എപ്പിസോഡിൽ കാണിക്കാത്ത എന്നാൽ ലൈവിൽ കാണിച്ച ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങളോട് പറയുകയാണ് ഇവിടെ. അതായത് അനുമോളും ജിസേലും തമ്മിൽ ജയിലിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ജിസേൽ അനുമോളോട് പറയുന്നുണ്ട്, എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മയെ തൊട്ട് ഞാൻ സത്യം ചെയ്ത് പറയുകയാണ്, നീ പറഞ്ഞതുപോലെ ഞാനും ആരിനും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അമ്മയെ കൊണ്ട് കള്ളസത്യം ഇടില്ല, കാര്യം എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. നീ ഇത് വിശ്വസിക്കണം എന്ന് പറഞ്ഞ് ജിസേൽ അനുമോളോട് താനത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി നോക്കുന്ന രംഗം എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ലൈവിൽ വിശദമായി കാണിച്ചു, ലൈവ് കണ്ടവർക്കറിയാം. അപ്പോൾ ഒരുപാട് സമയം ജിസേൽ അല്പം ഇമോഷണലായി സംസാരിക്കുന്നുണ്ട്. അതായത് ആരിനും ജിസേലും തമ്മിൽ ഉമ്മ വെച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അനുമോൾ ഉന്നയിച്ചത്. അതിന് ക്യാമറ തെളിവായിട്ട് പറഞ്ഞപ്പോൾ ക്യാമറയൊന്നും കാണില്ല, പക്ഷെ ഞാൻ കണ്ടു എന്നൊക്കെയാണ് അനുമോൾ പറഞ്ഞത്. എന്നാൽ ജിസേൽ ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, നീ പറയുന്നത് കള്ളമാണ്, തെറ്റാണ്, ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് സത്യം ഇടുകയാണ്, ഞാൻ അമ്മയെ കൊണ്ട് കള്ള സത്യം ഇടില്ല, കാര്യം എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജിസേൽ അനുമോളെ മാക്സിമം കൺവിൻസ് ചെയ്യിക്കാൻ നോക്കുന്നുണ്ട്. കാര്യം ജിസേൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. കാര്യം ആദ്യ ദിവസം മുതൽ, ഈ ആരോപണം ഉണ്ടായ നാൾ മുതൽ ഈ നിമിഷം വരെ ജിസേൽ ആ ആരോപണം നിഷേധിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അനുമോൾ പറയുന്നത് ഞാൻ കണ്ടു എന്നൊക്കെയാണ്. അനുമോൾ പറയുന്ന സന്ദർഭവും സമയവും ഒക്കെ ആ സമയത്തൊക്കെ അനുമോൾ മറ്റ് പല പരിപാടിയിലാണെങ്കിൽ പോലും അനുമോൾ അത് കണ്ടെന്ന് ഇത്ര ഉറപ്പിച്ച് പറയുമ്പോൾ ഒരു പരിധി വരെ മറ്റുള്ള നമ്മുടെ മലയാളി പ്രേക്ഷകർ അത് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അത് തെറ്റാണ് എന്നുള്ളത് ജിസേലിൻ്റെ ഇന്നത്തെ സംഭാഷണത്തിലൂടെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും. ജിസേൽ ആണയിട്ട് പറയുകയാണ് താനത് ചെയ്തിട്ടില്ല എന്ന്. എന്തായാലും ലാലേട്ടൻ ശനിയാഴ്ച വരുമ്പോൾ ഈ വിഷയത്തിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.